ജപ്പാൻകാരുടെ ധൈര്യവും പോരാട്ടവീര്യവുമൊക്കെ ലോകപ്രശസ്തമാണ്. ഇന്നും നമുക്കൊക്കെ അത്ഭുതമായ ജീവിതം നയിച്ചവരാണ് ജപ്പാനിലെ സമുറായിമാർ. സമുറായി സമ്പ്രദായമൊന്നും ഇന്നില്ലെങ്കിലും സമുറായിമാരെ പോലെ കേമന്മാരായ പലരും ഇന്നും ജപ്പാനിലുണ്ട്. ലോകത്തിലെ തന്നെ അമാനുഷികരായ മനുഷ്യരിൽ വിലയിരുത്തുന്ന ഒരാളാണ് ജപ്പാനിലെ ഐസോമാഷി എന്നറിയപ്പെടുന്ന കലാകാരൻ. സാധാരണ ഒരു ആയോധന കലാകാരനോ ഒരു മനുഷ്യനോ അല്ല അദ്ദേഹം. അമാനുഷികം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിരവധി കഴിവുകളുള്ള വ്യക്തിയാണ് അദ്ദേഹം. 1973 ഓഗസ്റ്റ് 23 ജനിച്ച അദ്ദേഹത്തിൻ്റെ പേരിൽ 46 വയസ്സിനിടയിലുള്ള റെക്കോർഡുകൾ എണ്ണമറ്റതാണ്. വാളുകൾ കൊണ്ട് മായാജാലം കാണിക്കുന്ന ഐസോ ലോകത്തിന് അത്ഭുതം തന്നെയാണ്. ശരീരത്തിൻ്റെ വേഗതയിലും കൃത്യതയിലും അദ്ദേഹത്തിനെ വെല്ലാൻ ലോകത്തിന്ന് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയേറെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും കാണാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അമാനുഷികം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചില റെക്കോർഡുകൾ കേൾക്കുമ്പോൾ ആരും മൂക്കത്ത് വിരൽ വെക്കുമെന്ന് ഉറപ്പാണ്. അതായത് തൻ്റെ നേരെ വരുന്ന ഒരു ബുള്ളറ്റിനെ വാളുപയോഗിച്ച് മുറിച്ചു കളയാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? എന്നാൽ അത് ഇദ്ദേഹത്തിന് സാധിക്കുമെന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ നേരെ ആർക്കും നിറയൊഴിക്കാം, എന്നാൽ വാളുകൾ കൊണ്ട് അദ്ദേഹം അത് തകർക്കുക തന്നെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വാളുകൊണ്ട് ബുള്ളറ്റിനെ പോലും തകർക്കാൻ കെൽപ്പുള്ള മനുഷ്യനാണ് അദ്ദേഹം. മണിക്കൂറിൽ 150.29 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു BB പെല്ലറ്റിനെ വാളുപയോഗിച്ച് കട്ട് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെയൊന്നും ഇനി സംശയിക്കേണ്ടതില്ല. ധൈര്യമായിട്ടും അത് സാധിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ട്, ഐസോമാഷി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അനേകം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അമാനുഷിക പ്രകടനമാണ് 3 മിനിറ്റിൽ 252 തവണ വാളുപയോഗിച്ച് ഒരു വസ്തുവിൽ വെട്ടുക എന്ന റെക്കോർഡ്. 3 മിനിറ്റിൽ ഒരു മനുഷ്യന് അസാധ്യമെന്ന് പറയുന്ന കാര്യമാണ് അദ്ദേഹം സാധിച്ചെടുത്തത്. 3 മിനിറ്റിൽ ഒരു വൈക്കോൽക്കൂനെയാണ് 252 തവണ അദ്ദേഹം വെട്ടിമാറ്റിയത്. ഇതൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് പോലെയല്ല അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മമായി വരുന്ന ഒരു പെല്ലറ്റിനെ പോലും, അതും 152 കിലോമീറ്റർ അധികം വേഗതയിൽ മണിക്കൂറിലെത്തുന്ന ഒരു പെല്ലറ്റിനെ പോലും അദ്ദേഹത്തിന് കട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഈ അമാനുഷിക മനുഷ്യൻ സാധിച്ചെടുത്തത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.